പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുമ്പോൾ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് പോലും യാതൊരു പ്രയോജനവുമില്ലാതെ സർവ്വ മേഖലയിലും അഴിമതിയും സ്വജനപക്ഷപാതവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള യുവജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ല. ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയോ തൊഴിലാളി വർഗ്ഗങ്ങൾക്ക് വേണ്ടിയോ ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടെ ശബരിമലയിലടക്കം വലിയ രീതിയിലുള്ള സ്വർണ്ണക്കള്ളക്ക് പോലും നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതിനു മുൻപ് തന്നെ ഒരുപാട് അഴിമതികൾക്ക് വേദിയൊരുക്കുകയല്ലാതെ ഒരു വികസന പ്രവർത്തനം എടുത്തു പറയാൻ പറ്റിയ ഒരു വികസന പ്രവർത്തനവും പിണറായി വിജയൻ സർക്കാരിന് എടുത്തു കാണിക്കാൻ ഉള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുവന്ന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയല്ലാതെ വേറൊരു പദ്ധതികളും സ്വന്തമായി കൊണ്ടുവരാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഈ വയനാട്ടുകാരാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷക്കാലം കൊണ്ട് വയനാടിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യം വന്യമൃഗ ശല്യത്തിന്റെ പ്രശ്നങ്ങളാണ്. വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം 30ഓളം ജീവനുകളാണ് വയനാട്ടിൽ വന്യമൃഗ ആക്രമണത്തിൽ ഞങ്ങൾക്ക് പൊലിഞ്ഞു പോയിരിക്കുന്നത്. മാത്രവുമല്ല, വയനാട് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വയനാട് മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ അറിയാം, സാധാരണ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഉണ്ടാകുന്ന സൗകര്യങ്ങൾ പോലും വയനാട് മെഡിക്കൽ കോളേജിൽ ഇല്ല. ഒരു CT സ്കാൻ അടക്കം നിലച്ചിരിക്കുകയാണ്. 5 വർഷം കൂടുമ്പോൾ ഭരണത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ആരോഗ്യമന്ത്രി അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കം കടന്നു വന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുകയല്ലാതെ ഒരു പദ്ധതികളും നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുൻപ് വയനാട് മെഡിക്കൽ കോളേജിലേക്ക് കേരളത്തിന്റെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി കടന്നു വന്നു. ഞങ്ങൾ 15ഓളം പുതിയ പോസ്റ്റുകൾ തസ്തികകൾ ക്രിയേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞു പോവുകയല്ലാതെ അത് ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പ്രൊഫസർ പോലും ആ ഹോസ്പിറ്റലിൽ ഇല്ല. ഹോസ്പിറ്റലിലെ സ്ഥിതിയൊക്കെ വളരെ ദയനീയമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചുരുൾ ബദൽപാതയ്ക്ക് ഒരു പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, താമരശ്ശേരി ചുരത്തിലടക്കം ദിവസം തോറും വലിയ രീതിയിൽ ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. അതിനുവേണ്ടി ഒരു ശാശ്വത പരിഹാരം കാണാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് രണ്ടാം പിണറായി സർക്കാർ ഭരണത്തെ ഏറുന്ന ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വയനാട് പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട് 7000 കോടി രൂപ വയനാടിന് പ്രഖ്യാപിച്ചു. ആ 7000 കോടി പ്രഖ്യാപിക്കൽ അല്ലാതെ ഒരു പ്രവർത്തനം അതിലേക്ക് സർക്കാരിന് നടത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന പൊതുസമൂഹം തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കൂടുതലായി ഒന്നും സംസാരിക്കുന്നത് സർവ്വ മേഖലകളിലും പൂർണ്ണ പരാജയമായിട്ടാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ സർക്കാരിനെ താഴെയിറക്കാൻ ഈ കേരളത്തിലെ മുഴുവൻ സന്നദ്ധരായ വോട്ടർമാരും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിണറായി സർക്കാരിന്റെ ഭരണം എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പാടെ അവഹേളിക്കുന്ന തരത്തിലാണ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ആശാവർക്കന്മാരുടെ സമരമായാലും തൊഴിലുറപ്പുകാരുടെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഭീഷണിയുടെയും പ്രലോഭനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പിണറായി സർക്കാർ അവരുടെ അണികളെ വിട്ടുകൊണ്ട് സർവ്വസാധാരണക്കാരായ ആളുകളോട് പെരുമാറുന്നത്. ഭരണനേട്ടം എന്ന് പറയുന്നത് ഈ സാധാരണക്കാർ, അതായത് പ്രായമുള്ളവർ, രോഗികൾ, ഇവർക്കൊക്കെ ക്ഷേമ പെൻഷൻ മാത്രം മതി അവരുടെ ജീവിതത്തിലേക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം. ഒരുപാട് വീടുകളൊക്കെ രോഗികളൊക്കെ കിടന്നിട്ട് വളരെ വിഷമത്തിലൊക്കെ നിൽക്കുന്നവർ അധികമുള്ളവർ നമുക്കറിയാം. ആ വീടുകളിലെ നിത്യജീവിതത്തിന് പോലും വഴിയില്ലാത്തവർ, മരുന്ന് വാങ്ങേണ്ടവർ, ഇങ്ങനത്തെ ഒത്തിരി സഹായങ്ങൾ അവർക്ക് ഈ ക്ഷേമ പെൻഷൻ കൊണ്ടുണ്ട്. മറുവശത്ത് നല്ല നല്ല റോഡുകൾ, ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സുഖമായി സ്വസ്ഥമായി ജീവിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും നിത്യജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകും. കൊടുക്കുന്ന സാധനത്തിന്, പ്രത്യേകിച്ച് കാർഷിക മേഖലയായതുകൊണ്ട് പ്രദേശത്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിനൊക്കെ നല്ല വില ഇപ്പം നിലവിലുണ്ട്. എല്ലാവർക്കും തൊഴിലുണ്ട്. കാപ്പി പറി, മുള പറി, ഇങ്ങനെ വയനാടിനെ സംബന്ധിച്ചോളം കർഷക മേഖലയായതുകൊണ്ട് വളരെയധികം പുരോഗതിയോടുകൂടി സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 10 വർഷവും. ഒരിക്കലും ഒരു വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ സാധാരണക്കാർക്കില്ല. എവിടെയും അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വിഷമം അവർ വന്നിട്ടുമില്ല. ജനവിരുദ്ധ ഭരണമായിട്ടാണ് കാണുന്നത്. കാരണം പാർട്ടിക്കാർക്ക് മാത്രം സാമ്പത്തിക ലാഭവും അവരുടെ പാർട്ടിയുടെ ഒരു സെൽഭരണ ശരിക്കും നടക്കുന്നത്. CPM സെൽഭരണമാണ് നടക്കുന്നത്. ഭരണം ഉഷാറായി പോകുന്നുണ്ട്. ഈ 10 വർഷത്തെ ഭരണ നേട്ടം കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും നല്ല വികസന നേട്ടങ്ങൾ എന്നും പറയാൻ കഴിയും. അതിന് ഉദാഹരണമാണ് നമ്മൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സ്ഥലത്തേക്ക് സഞ്ചരിച്ചാലും നല്ല ഹൈവേ റോഡുകളും അതേപോലെ നല്ല അടിപൊളി റോഡുകളും അങ്ങനെ എല്ലാ രീതിയിലും വിദ്യാഭ്യാസപരമായിക്കോട്ടെ റോഡുകളായിക്കോട്ടെ എല്ലാ രീതിയിലും നല്ല വികസനം കൊണ്ടുവരാൻ പിണറായി ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്.
ഒരു 10-15 വർഷങ്ങൾക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. നമ്മൾ വികസന നേട്ടം കൊണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനി തുടർ ഭരണം ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ വികസന നേട്ടങ്ങൾ കേരളത്തിലുണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായിട്ടും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഭരണം വളരെ മോശമാണ്. മുപ്പത്തിനാണ്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല കൊള്ളക്കേസ്, പിന്നെ ശബരിമല സ്വർണത്തിന്റെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കല്ലേ. ഈ നാട്ടിൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത അവസരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാധാരണക്കാരന് ഒരു സാധനം മേടിക്കാനാണ് പോലും ഒരു കടകളിൽ പൈസയും അതേപോലെ തന്നെ കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മോശം, വളരെ മോശം. എല്ലാ കേസിലും മോശമല്ലേ ശബരിമല പ്രശ്നം. പിണറായിന്റെ 10 വർഷത്തെ ഭരണം നമ്മൾ വിലയിരുത്തുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വികസനം എന്ന കാഴ്ചപ്പാട് സർക്കാരിനില്ല. കാരണം അഴിമതികളുടെ കൂമ്പാരമായി ഈ 10 വർഷം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം സ്വർണ്ണക്കൊള്ള, അതുപോലെ തന്നെ പല അഴിമതികളും ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നതാണ്. 10 വർഷത്തെ പ്രത്യേകിച്ച് ഭരണ മികവ് പറയാൻ ഒന്നും നമുക്കിപ്പോൾ സാധിക്കുന്നില്ല. 10 വർഷത്തെ ഭരണം എല്ലാം കൊണ്ടും മികച്ച നേട്ടമായിട്ട് നമ്മൾ വിലയിരുത്തുകയാണ്. എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, എല്ലാ മേഖലയിലും ഈ സർക്കാർ മികവ് തെളിയിച്ച ഒരു സർക്കാരാണ്. ഈ സർക്കാർ ഇനിയും അധികാരത്തിൽ വരുമെന്നാണ് നമ്മളുടെ 100% പ്രതീക്ഷ. വളരെ മോശമായിട്ട് നമുക്ക് തോന്നുന്നു. ഈ പിണറായി വിജയൻ സർക്കാർ വീണ്ടും വരുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, വരണ്ടില്ല. ഈ 10 വർഷം ഭരണം മോശമെന്നാണോ? 5 കൊല്ലത്തെ നല്ല ഭരണം, 5 കൊല്ലം വളരെ ഭരണനേട്ടത്തെ വിലയിരുത്തുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നേട്ടമായിട്ടൊന്നും തോന്നിയിട്ടില്ല. 10 വർഷം കൊണ്ട് എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. സഖാക്കന്മാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമായി മാറി. അവരുടെ ആളുകൾക്ക് ജോലി, ശമ്പള വർധനവ്, പെൻഷൻ ഇത് കൊടുക്കാൻ വേണ്ടി മാത്രം സർക്കാരിൽ നിന്നും പിരിച്ച് സർക്കാരിന്റെ സംവിധാനത്തിൽ അവരൊന്നും കൊടുക്കുന്നില്ല. ജനങ്ങളുടെ നികുതി പണം എടുത്ത് സർക്കാർ അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഭരണം. എല്ലാ മേഖലയും, ആരോഗ്യ മേഖലയെ കാണുന്നില്ല നമ്മുടെ വയനാട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ. അങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇപ്പൊ മോദി പിണറായി പല മേഖലകളിലും അന്തർധാരമുണ്ട്. നമുക്കറിയാം. പിന്നെ ഇപ്പൊ ഇന്നലെ അടക്കം പിണറായി വിജയന് പിന്നെ മോദി കേരളത്തിൽ വന്ന സമയത്ത് പോലും പിണറായി വിജയനെ കണ്ടുകൊണ്ട് ഒരു സ്വകാര്യ സംഭാഷണം നടത്തുന്നു. അതുകൂടാതെ പിണറായി വിജയൻ ലാവ്ലിംഗ് കേസ് എത്ര തവണയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എത്ര തവണയാണ് ഈ ലാവ്ലിംഗ് കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പി എം ശ്രീ ഒപ്പിടാൻ അടക്കം ഒരു സർക്കാരിന്റെ ഘടകകക്ഷികൾ, CPI പോലെയുള്ള പ്രധാന ഘടകകക്ഷിയെ പോലും അറിയിക്കാതെ രാത്രിയുടെ മറവിൽ നിന്നുകൊണ്ടാണ് PM ശ്രീ അടക്കം ഒപ്പിട്ടുകൊണ്ട് ഒരു അന്തർധാരയായിക്കൊണ്ട് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിക്കൊണ്ടാണ് മോദി സർക്കാരും പിണറായി സർക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ വെറുതെ പറയാം. മോഡിക്ക് ഇവിടുന്ന് നല്ല കൈയൊക്കെ പിടിച്ച് പിണറായി എല്ലായിട്ട് തന്നെ പോകുന്നെങ്കിലും അപ്പുറത്തെത്തുമ്പോ എന്താ സ്ഥിതി? കേന്ദ്രത്തിന്റെ എന്തും കിട്ടുന്നുണ്ടോ? കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ലോ. ഈ പെൻഷൻ തന്നെ കയ്യിൽ നിന്ന് എടുത്തിട്ടല്ലേ 1200 റുപ്യൻ്റെത് 1800 ആയ 2000 ആയില്ലേ? ഇപ്പൊ 2000 കൊടുക്കുന്നൊക്കെ മോഡി വന്നിട്ടാണ്. കേന്ദ്രത്തിന്റെ വിഹിതം ഇന്നും അവിടെ ബാക്കിയല്ലേ? ഇതൊക്കെ ഈ സർക്കാരിന് ഇവിടുന്ന് ജനങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാടാണത്. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമല്ല, സർക്കാർ നല്ല നിലക്ക് മുന്നോട്ട് പോകണം. പാവപ്പെട്ടവരെ ഒത്തൊരുമിച്ച് പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു ഭരണം എന്നുള്ളത് കൊണ്ട് തന്നെയാ. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഒന്നും കണ്ടിട്ടൊന്നും അല്ല സംസ്ഥാനം ഭരിക്കുന്നത്. കേന്ദ്രത്തിന് തരിക, കേരളത്തിന്റെ നിലക്ക് മുന്നോട്ട് പോവുക. അതാണ്. ഒരു അന്തർധാരയില്ല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സർക്കാർ അവരല്ല ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ ഉള്ളവരല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ മോദിയും പിണറായി വിജയനും കണക്ട് ആണ് എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് മാത്രമാണ്. അല്ലാണ്ട് അതിനകത്ത് വേറെ സത്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ധാരണയില്ല, തെറ്റായ ഒരു ധാരണയാണ്. മോദി സർക്കാർ സംസ്ഥാന സർക്കാരിനെ എല്ലാ രീതിയിലും പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും അങ്ങനെ ഒരു ധാരണ ഞങ്ങൾക്കില്ല. അത് നടക്കാനും പോകുന്നില്ല. അത് കോൺഗ്രസിന്റെ ഒരു വ്യാമോഹം മാത്രമാണ്, ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും നമുക്കറിയില്ല. തീർച്ചയായിട്ടും അസത്യം തന്നെയാണ്. അവിടെ പിണറായി വിജയന്റെ മകളെ പിന്നെ എന്തെങ്കിലും കേസ് വരുമ്പോ ഇടി വരുമ്പോ പിന്നെ മോഡി സർക്കാരിനെയും അതുപോലെ കേരളത്തിലെ BJP സർക്കാരിനെയും പൊക്കി പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എന്തായിട്ടുണ്ട്, തീർച്ചയായിട്ടും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BJP സർക്കാരിനും മോദിക്കും രഹസ്യമായിട്ട് എന്തായാലും ഉണ്ടെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പിണറായിക്ക് മേലെ കേസുകളൊക്കെ ഉണ്ട്. ആ കേസുകളെ പേടിച്ചിട്ട് ആയിരിക്കും ഒരുപക്ഷെ. അതെ, തീർച്ചയായിട്ടും. അതെ, ഒരിക്കലല്ല. അദ്ദേഹത്തിന് ഒരു ശൈലിയുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി എന്നല്ല, പാർട്ടിയിൽ കൂടെ വളർന്ന ആളാ. പണ്ട്
പണ്ട് കാലത്തെ പാർട്ടിക്ക് ത്യാഗം സഹിച്ച് ബുദ്ധിമുട്ടി ഭരണം ഏത് നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ശരിക്കും പഠിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ നമുക്കറിഞ്ഞൂടെ തെളിവില്ലേ കൊറോണ സമയത്തൊക്കെ അല്ലേ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് കഷ്ടപ്പാട ബുദ്ധിമുട്ടുണ്ടോ? ആദിവാസി മേഖലകളൊക്കെ എന്തുമാതിരി അവരെ പട്ടിണി പോലും ഒരാൾക്കും ഉണ്ടായിട്ടില്ലല്ലോ. ഇത്രമാത്രം വിജയം ഭരണം ഈ ഭരണം നിലനിൽക്കേണ്ട ആവശ്യമല്ലേ? ഇനിയും 5 കാലം സുഖമായി അടുത്ത 5 വർഷം സുഖമായിട്ട് ഈ ഭരണം മുൻപോട്ട് പോകും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്പം കുറച്ച് ക്ഷീണം പറ്റിയെങ്കിലും ഒരിക്കലും അതൊരിതായി കാണണ്ടയില്ല. തെരഞ്ഞെടുപ്പ് വരട്ടെ, അസംബ്ലി വരുമ്പോൾ പൂർണ്ണമായിട്ടും ജനങ്ങളൊക്കെ ഈ സർക്കാരിന്റെ പിന്നിൽ ഉണ്ടാവും. അത് ഉറപ്പ് തന്നെയാണ്. പിണറായി എന്ന് പറയുന്ന ഏകാധിപതിയൊന്നും അല്ല, അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലി കൂട്ടത്തിന് പോകാൻ പറ്റുള്ളൂ. അതുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ഇത് കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പെരുമാറ്റമല്ല അയാളെന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ എളിമയും കാര്യങ്ങളൊക്കെ പഴയ എ കെ ഗോപാലനായാലും അതുപോലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന നയനാരായാലും അതുപോലെ വി.എസ്. അച്യുതാനന്ദനാണെങ്കിലും എല്ലാം തന്നെ ജനകീയനായിരുന്നു. ഇയാളുടെ ഒരു ഭരണം, കോക്കസ് ഭരണം, ഇയാൾ ഏകാധിപതിയെ പോലെയാണ് പല കാര്യങ്ങളും. പിന്നെ അത് പാർട്ടി അണികൾക്ക് ഒരു അഭിപ്രായമുണ്ട്. ഇപ്പം എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കാരണം പാർട്ടിയുടെ മുൻകാല പഴയ സഹാക്കന്മാർ, പഴയ ആളുകളുണ്ടല്ലോ, പഴയ പാർട്ടി സഹാക്കന്മാർ ഇദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റത്തെ പറ്റി എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞ ആളുകൾ മാനന്തവാടി കുറേ ആളുകളുണ്ട്. പിണറായി എന്താ കളിക്കുന്നില്ല, അങ്ങനെ കുറേ ആളുകൾ മാനന്തവാടിയിലുണ്ട്. നമുക്കറിയാം, ഓരോ സ്ഥലങ്ങളുടെ പ്രദേശങ്ങൾ പരിശോധിച്ച് അറിയാം. അപ്പം അത് പാർട്ടിയുടെ പഴയകാല നേതാക്കൾക്കൊന്നും ഇയാളുടെ ഈ പെരുമാറ്റവും ഈ ഇഷ്ടമില്ല എന്നുള്ളത് വ്യക്തമായ സത്യമാണ്. 100% സത്യമല്ലേ? ഏകാധിപതിയല്ലേ അയാളുടെ? അവർ ഭരിച്ചിപ്പോ എന്താവും? വല്ലതും ഉണ്ടോ ഇവിടെ?